സോ ഈ കുട്ടി സ്റ്റവ് മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഇത് മമ്മി ഇത് കൈകൊണ്ട് താഴെ വെക്കണ പോലുമില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് എങ്ങനെയാണ് പിടിക്കൊണ്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ഐറ്റം ആണ്. ഇത് കണ്ടോ ഭയങ്കരമായിട്ട് തീ കത്തണത്. ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര ഗ്യാസിനേക്കാളും കൂടുതലായിട്ട് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. നല്ല ഫാസ്റ്റ് ആയിട്ട് കത്തണത്. ഹായ് ഫ്രണ്ട്സ്, സോ നമ്മ ഇപ്പൊ ഉള്ളത് ഒരു ഫാക്ടറി വിസിറ്റിലാണ്. ആക്ച്വലി ഇപ്പൊ ഇറാൻ യുദ്ധമൊക്കെ നടന്നുകൊണ്ട് നമുക്ക് ഗ്യാസിനൊക്കെ ഭയങ്കര ഷോർട്ടേജ് ആണ്. അതുകൊണ്ട് വീട്ടിലെ ഗ്യാസ് ഒക്കെ ഏകദേശം തീർന്നു. അപ്പോ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് നോക്കിയപ്പോ ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുള്ളത് റോക്കറ്റ് സ്റ്റവ് ആണ്. അപ്പോ ആ റോക്കറ്റ് സ്റ്റവ് നമ്മൾ വാങ്ങാനായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. സോ ഇതാണ് റോക്കറ്റ് സ്റ്റവ്. അതായത് പല വെറൈറ്റി, അതായത് വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് പല kgയിൽ വെക്കാനായിട്ടുള്ളതാണ്. അതെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനും പിന്നെ മെസ്സില്, ഹോട്ടൽസ്, അവിടെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ടൈപ്പ് സ്റ്റവും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത്. വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്കാണ്, നല്ല വെയിറ്റിലാണ് ഇവര് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഒരു ഡിസൈൻ ആണ് എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ഇതിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷീറ്റ് കട്ട് ചെയ്ത് ഇവര് ഉണ്ടാക്കിയാണ്. കറക്റ്റ് ലേസറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവര് എടുത്തേക്കുന്നത്. നല്ല നമുക്ക് ആക്ച്വലി മിഷൻ കട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇച്ചിരി വൈകി പോയി എത്തിയപ്പോഴത്തേക്ക്. സോ ഇത് സ്റ്റവ് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലൊരു എഫക്റ്റ് ആണ്. ഇവിടെയാണ് ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇവര് സ്റ്റവിന്റെ ആൾക്കാരല്ല കേട്ടോ, ശരിക്കും ഇവര് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതാണ്. പക്ഷെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്, അവർക്ക് ഗ്യാസ് സ്റ്റവിന്റെ ഒക്കെ ഷോർട്ടേജ് ആയിക്കൊണ്ട് ഇവര് ഓൾട്ടർനേറ്റ് ഇത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഇവര് ഉണ്ടാക്കി തുടങ്ങിയത്. സോ നല്ല രീതിയിൽ തന്നെയാണ്, കാരണം അവര് ഇന്റർനാഷണൽ വഴി കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഇവര് ഓൺലൈനും എല്ലാം സർവീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവരുടെ ഷീറ്റിന്റെ കട്ടിയാണ്, അതിന്റെ 3mm എന്താണോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ, സോറി, എന്റെ ആ ഒരു ഇത് പറഞ്ഞാണ്. പക്ഷെ നല്ല കട്ടിയുള്ളതാണെന്ന് എന്റെ വിശ്വാസം. നല്ല ഇതുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പൊക്കി നോക്കിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വെയിറ്റ് ആണ്. ഇതാണ് വലിയ ഇത് ദോശയുടെ സ്റ്റവാണ്, ഐ മീൻ ദോശ ചട്ടി വെക്കാൻ വേണ്ടിയുള്ള സ്റ്റവാണ്. ദോശക്കല്ല് അത് തന്നെ. സോ അതിനു വേണ്ടിയുള്ള റോക്കറ്റ് സ്റ്റവ് ആണ് കേട്ടോ. ജസ്റ്റ് ഗ്യാസിനെക്കാളും ഭയങ്കരമായിട്ട് ലാഭമുള്ള ഒരു സംഭവമാണ്, കാരണം നമുക്ക് ഊതുക പോലും വേണ്ട ഇതിന്. സോ നമുക്കൊരു ഡെമോ കാണിച്ചു തന്നായിരുന്നു. ഈ സാധനമാണ് നമുക്കിപ്പോ ഡെമോ കാണിച്ചു തരുന്നത്. ഇതിന്റെ ഉള്ളിൽ സെറാമിക് ആണ്. സെറാമിക് ആയതുകൊണ്ട് ഹീറ്റ് പുറത്ത് തൊട്ടാലും കുഴപ്പമില്ല, സൈഡിലൊക്കെ തൊട്ടാലും കുഴപ്പമില്ല. ഇതിലേക്കൂടെയാണ് ആ വിറകുകളൊക്കെ ഇടുന്നത്. വിറകുകൾ എന്ന് വെച്ചാൽ നമുക്ക് അധികം വിറകുകളുടെ ആവശ്യമില്ല, കുറച്ചൊക്കെ മതി. പക്ഷെ നമുക്കിപ്പോ ഡെമോ കാണിക്കാൻ വേണ്ടി അവര് കുറച്ച് ഇട്ട് തന്നായിരുന്നു. അപ്പോ ചിരട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആളിക്കത്തും. കാരണം നല്ല ഹീറ്റാണ്. അറിയാലോ, പൊതുവെ ചിരട്ട നമ്മൾ തേക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര ചൂടായതുകൊണ്ടാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ട്, അത് വലിയ പാത്രത്തിൽ 25 kg 25 kg ഒക്കെ നമുക്ക് അതിന്റെ മുകളിൽ വെക്കണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് കാരണം ഇത് സ്റ്റവ് പൊട്ടിപ്പോകുന്നുള്ള പേടിയോലും വേണ്ട. അതിനാണ് ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ് അവരത് കൊടുക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് വാങ്ങിക്കാട്ടോ. ഇത്ര വെയിറ്റ് ഉള്ളത് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ബ്ലോവർ അല്ലേ? അത് ബ്ലോവറും ഉണ്ട്. ആക്ച്വലി അത് ബ്ലോവറിന്റെ ആവശ്യമില്ല ശരിക്കും. കത്തിക്കോളൂ ശരിക്കും പറഞ്ഞു. ഞങ്ങള് കണ്ടായിരുന്നു. ജസ്റ്റ് ആദ്യം അവര് ബ്ലോവർ ഇട്ട് ചെയ്തു, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഊതി കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ആക്ച്വലി ഇങ്ങനെയൊക്കെ കത്തുമ്പോഴാണ് നമുക്ക് അതിന് കുറച്ച് ഓൾട്ടർനേറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് കാണിക്കാം. അതിപ്പോ എങ്ങനെയാണ് അതിപ്പോ കത്തിക്കാൻ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് നല്ലോണം കത്താൻ ഇപ്പൊ ബ്ലോവറും വെച്ചു. അപ്പൊ ആ ബ്ലോവറിൽ നമ്മൾ ഊതി കത്തിക്കുവാണ്. അപ്പൊ പെട്ടെന്ന് അത് കത്തുന്നു, വീശിയാണ് കത്തിക്കുന്നത്. സോ ബ്ലോവറിന്റെ ആ ഫാനിന്റെ കൂടെ ഇട്ട് അത് കത്തി ആളിക്കത്തും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ കേട്ടോ. എന്നാലും മെയിനായിട്ട് പോകുന്ന മെസ്സിലേക്കാന്ന് പറഞ്ഞു. ഇത് വീടുകളിൽ ഉപയോഗിക്കണല്ലോ കേട്ടോ, കാരണം വീടുകളിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ മെസ്സിലാണ്, നേരത്തെ പറഞ്ഞ പോലെ മെസ്സിലും ഹോട്ടൽസിലൊക്കെയാണ് ഇത്രയും വലുതായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. സോ ഇതിപ്പോ ആളി കത്തി തുടങ്ങുന്നുണ്ട്. അപ്പോ ഞങ്ങൾ കുറച്ചൊരു ക്ഷമയോടെയൊക്കെ, കാരണം ആദ്യത്തെ ഒരു ഇതാണ്, തുടക്കത്തില് ഒരു കത്തിക്കല് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പം അവിടെ കടന്ന ഒരു ജസ്റ്റ് ഒരു വിറകെടുത്ത് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഫാനൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് നോക്കുവാണ് നല്ലോണം കത്തിക്കാൻ വേണ്ടി. ഇത് ആക്ച്വലി നമുക്ക് അവർ ഡെമോ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് കത്തിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ, അപ്പൊ അതിനുവേണ്ടി അവർ കാണിച്ചു തന്നെയാണ്. അപ്പൊ കണ്ടോ ഇങ്ങനെ കത്തുമ്പോ ആക്ച്വലി വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു.
പുക ഫസ്റ്റ് തുടക്കത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ പുക പേടിക്കണ്ട, ഒരു പ്രശ്നമില്ലാതെ. ഒത്തിരി വലിയ പുകയൊന്നും പറയാൻ പറ്റില്ല. അത് കത്തിക്കണ മെറ്റീരിയലുള്ളത്. ഇപ്പൊ പേപ്പറൊക്കെ ആണെങ്കിൽ അറിയാലോ, പേപ്പറൊക്കെ പുകഞ്ഞ് വരും. അങ്ങനെ എന്തെങ്കിലും ഇടുന്നതാണെങ്കിൽ കുറച്ച് ഇതാണ്. അല്ല ഇതൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അങ്ങ് ഇത് ചെയ്തോളൂ. ഇപ്പൊ പോകാന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല. ഉണ്ടോ ഇപ്പൊ നല്ല ആളിക്കത്തി തുടങ്ങിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കത്തലായിരുന്നു കത്തിയത്. സോ ഇതാണ് ഫാക്ടറിയുടെ ഉള്ളിൽ ഇവർ യൂസ് ചെയ്യുന്ന ഷീറ്റാണ് നമ്മൾ ഇത് കാണുന്നത്. ആക്ച്വലി നല്ല കട്ടിക്കുള്ള ഷീറ്റാണ് ഇവര് ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചേക്കണ കാരണം ഇവർക്ക് പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മളത് ഉണ്ടാക്കുന്നതും കൂടി അവര് കാണിച്ചു തരായിരുന്നു, ഞങ്ങൾ വൈകിയോണ്ടാണ്. ഇതാണ് അവര് കട്ട് ചെയ്യണ ലേസർ കേട്ടോ, ഇതിൽ വെച്ചിട്ടാണ് അവര് കട്ട് ചെയ്യുന്നത്, ഷീറ്റൊക്കെ കട്ട് ചെയ്ത്. ആക്ച്വലി ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മള് പല യൂണിറ്റും ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, പല ഇത് വേറെ മെഷീൻസ് ഒക്കെ ആയിരിക്കും. ആക്ച്വലി ഇത് പീസ് ആക്കിയിട്ടല്ലേ? ഇതാണ് പീസ് ആക്കി വരുന്നത്. ഈ ഇവര് ഓൾറെഡി ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണേണ്. ഇനി ഇതാണ് ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് കൊറിയർ അയച്ചിരുന്ന ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് പിന്നീട് ജോയിന്റ് ജോയിന്റ് ആക്കാനും പറ്റും, നമുക്ക് അത് വേണമെങ്കിൽ വെൽഡ് ചെയ്ത് എടുക്കാനും പറ്റും. രണ്ടായാലും. പക്ഷെ വെൽഡ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്, കാരണം പൊക്കുമ്പോ ഇളകല് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതായിരിക്കും. ഇങ്ങോട്ടും മാറ്റുന്നൊന്നുമില്ല. അപ്പൊ വെക്കുന്നിടത്താകുമ്പോ ഇറ്റ്സ് ഓക്കെ, വെൽഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് സ്ക്രാപ്പ് വന്നേക്കണത്. കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള മെറ്റീരിയലാണ് ഇവർ വെച്ചേക്കണത്. അപ്പോ ഇതാണ് ലാസ്റ്റ് വരുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കി വരുന്ന രീതിയിൽ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ വൈകി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ഇവര് ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തന്നാലേ എങ്ങനെയായിരുന്നു. ഇതില് ലേസറിൽ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ, അല്ലാതെ നമുക്ക് മാനുവലി ഒന്നും അല്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത് കട്ടിങ് മുഴുവനും. അപ്പോ ഈ ഒരു കട്ടിങ് ഒക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് കട്ട് ചെയ്ത് വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഈ ഡിസൈന് ഈക്വൽ ആയിക്കോളൂ, ഏത് മെഷീൻ എടുത്താലും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അത് കാരണം ഏറ്റിക്കുറച്ചിലൊന്നും അല്ല, ഏറ്റിക്കുറച്ചിലല്ലേ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവില്ല. സോ ലാസ്റ്റ് ആകുമ്പോ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ കൈ കിട്ടും. ഇതാണ് നമുക്കൊക്കെ വീട്ടിലേക്ക്. സോ നമ്മൊരു ഡെമോ കാണിക്കുകയാണ്. നമുക്ക് മമ്മിക്ക് കുട്ടി സാധനം കിട്ടിയെന്ന് പറയില്ലേ, ആ കുട്ടി സാധനത്തിലായിട്ടാണ് നമ്മളിപ്പോ ചെയ്യണത്. നമ്മൾ ആദ്യം ഒരു ചായ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക്, കാരണം നമ്മൾ ഗ്യാസ് ഒക്കെ ഏകദേശം തീർന്നു, ആകെ കുറച്ച് ഗ്യാസ് ഉള്ളു. അകത്ത് വെക്കാനുള്ള സ്ഥലമില്ലാത്തതാണ് ഞങ്ങൾ പുറത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് വീടിന്റെ അകത്തും വെക്കാൻ ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രം നമ്മൾ പുറത്ത് വെച്ചേക്കണേയാണ്. ഇതിനകത്ത് നമ്മള് ചെറുമിക്കുട്ടനോടൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഓൾട്ടർനേറ്റ് കത്തിക്കാൻ എളുപ്പത്തിൽ പെപ്പയുടെ നമുക്ക് 2 ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് തിരിയുടെ ത്രെഡ് ഉണ്ടാവും, വാക്സ് ആണ്, പിന്നെ വാക്സ് ജെല്ലും ഉണ്ട്. വാക്സ് ജെല്ലാണെങ്കിൽ ബെസ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് വിറകിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആളി കത്തിക്കോളും. അത് കാരണം ഈ പുക വരല് ഊതല് അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഇതിന് നമ്മൾ ഫാൻ പോലും വെച്ചിട്ടില്ല, ഫാൻ വെക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഹീറ്റായിട്ട് വരുന്നുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയൊക്കെ കലമൊക്കെ ഈ കറുത്ത് വരും. അത് മാറ്റി ആക്ച്വലി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്നതിന്റെ ഒരു ആകാംക്ഷയിൽ നമ്മൾ ചെയ്തതാണ്. സോ ആ ഒരു ഇതാണ് നമ്മൾ ആക്ച്വലി വലുതും വാങ്ങിച്ചത് നമ്മളിപ്പോ ചെറുതാണ് കാണിക്കുന്നുള്ളൂ, വലുതിപ്പോ നമ്മൾ കാണിക്കുന്നില്ല. വലുതിൽ നമ്മൾ പിന്നീട് കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അത് കാരണം പിന്നീട് നിങ്ങൾക്ക് അത് യൂസ് കാണാൻ പറ്റും. പെട്ടെന്നായിരുന്നോണ്ട് ഒന്നും അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് ജസ്റ്റ് ഒരു സെറ്റാക്കി അങ്ങ് വെച്ച് ചെയ്തതാണ് ആക്ച്വലി. അതെ. സോ ഇതൊക്കെയാണ് നമുക്ക് പ്രവർത്തിക്കുന്ന രീതി കേട്ടോ. അത് കാരണം അത്ര വലിയ ഇതൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് കത്തൂല്ല കത്തുന്നൊന്നുമില്ല. അതെ, നമുക്ക് അത്ര പ്രശ്നമില്ല. നല്ല ചൂടുണ്ട്, അത് മാത്രം ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തീ ആളിക്കുന്നത്. ഗ്യാസിനേക്കാളും കുറച്ച് മതി ഇതിനകത്ത് തീ വേണ്ടി വരുള്ളൂ. ആക്ച്വലി ഇത്രയും വിറകിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അറിയാതെ ചെയ്തതാണ്, പിന്നീട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye.